പണ്ട് കുചേലൻ കൃഷ്ണനെ കാണാൻ പോയതുപോലെയാണ് കേട്ടോ ഇന്ന് ഞാൻ കൃഷ്ണനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂരിൽ നിന്ന് തന്നെ ആകാം അല്ലേ. സത്യം പറഞ്ഞ ഫീൽഡിൽ പോകുമ്പോൾ തൃശ്ശൂരിൽ ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഗുരുവായൂര്. പണ്ട് ഗുരുവായൂരില് ഭഗവാനെ കാണാൻ വരുമെങ്കിലും ജോബ് തന്ന് പുള്ളിയുടെ നാട്ടിൽ തന്നെ റിക്രൂട്ട് ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സമയവും പണിമുടക്കി. ചിലപ്പോൾ ഗുരുവായൂരിൽ വന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ടൈം സെറ്റാക്കി കുറച്ച് ക്ലയൻസിനെയും കണ്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോയി. ഗുരുവായൂരിൽ ഒരു മായാലോകമായി തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. നന്ദനത്തിൽ ബാലാമണിക്ക് നൽകിയ അനുഭവം പോലെ ഒന്ന് രണ്ടെണ്ണം എനിക്കും ഭഗവാൻ തന്നിട്ടുണ്ട്. ഇന്ന് ഭഗവാന്റെ മുന്നിൽ നിന്നപ്പോൾ കിട്ടിയ ഫീൽ ഒന്ന് വേറെ തന്നെ ആയിരുന്നു കേട്ടോ. കാറ്റിന്റെ പോലും ഒരു പോസിറ്റീവ് എനർജി. രാവിലെ ഗുരുവായൂർ പോകുന്നുണ്ടെന്ന് അഞ്ജലിയോട് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി പാൽപ്പായസം മറക്കാതെ കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. എത്ര ഷുഗർ കട്ടാണെങ്കിലും ഗുരുവായൂർ പാൽപ്പായസത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ല കേട്ടോ. എത്ര ക്ഷീണമുണ്ടെങ്കിലും ചൂടോടുകൂടി കുറച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ വേറെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ കിട്ടാറുമില്ല. അങ്ങനെ ഇന്ന് അമ്മയോട് അതിന്റെ സങ്കടവും പറഞ്ഞു വന്നപ്പോഴാണ് ഒരു ചേട്ടൻ കേട്ടിട്ട് കുറച്ച് പാൽപ്പായസം വേണമോ എന്ന് ചോദിച്ചത് തന്നെ. പുള്ളി തന്നു കേട്ടോ. എത്ര വേണോ കഴിച്ചോളൂ എന്നും പറഞ്ഞു. ആ മൊമെന്റ് ഒരുപാട് സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ സെൽഫിഷ് ലോകത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യം മറ്റൊന്നും ആവശ്യപ്പെടാതെ നമുക്ക് വേണ്ടി തരുന്നവർ ദേ ആർ റിയലി പ്രീഷ്യസ് അല്ലേ. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും പാൽപ്പായസം കിട്ടിയിട്ടോ. പിന്നെ ഭഗവാനോട് ഇത്രയും വേഗം ഒരു ദർശനത്തിനായി അപ്പോയിന്റ്മെന്റും ചോദിച്ചു മടങ്ങി. കൈ നിറച്ചൊന്നും തന്നില്ലെങ്കിലും മനസ്സ് നിറച്ച് പ്രാർത്ഥിച്ചു വന്ന ഫീലാണ് കേട്ടോ എനിക്കുണ്ടായേ. അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് ഹോട്ടൽ സുഖ്സാഗറിൽ നിന്നായിരുന്നു കേട്ടോ. ഒരു നോർമൽ വെജ് ഊൺ. അങ്ങനെ ഊണും കഴിച്ച് പോയി വരാം എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയായി. എന്നാൽ പിന്നെ ബാക്കി കഥ നാളെ ആകാം അല്ലേ.